നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നൊരു ബർത്ത്ഡേ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അൽമിസാർ അവിടുന്ന് ദുബായിലാണ്. ദുബായിൽ നിന്ന് ഷാർജ റോഡിലേക്കുള്ള യാത്രയിലാണ്. ഞാനങ്ങനെ ബസ്സിൽ കയറി. നമ്മുടെ ഇവിടുത്തെ ബസ് ടെർമിനൽ എന്ന് പറയുന്നത് സോനാപൂരാണ്. സോനാപൂരിൽ നേരെ ഷാർജ 2:30 വണ്ടി എടുത്തു. 3:10 അതായത് ഉച്ച സമയമാണ് അവിടെ എത്തി. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം 7:30 പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് 9:15 കേക്ക് മുറിക്കാനൊക്കെ പറ്റിയത്. അങ്ങനെ നല്ല അത്യാവശ്യം സൈറ്റ് സീയിങ് എല്ലാം കണ്ട് അടിപൊളി യാത്രയായിരുന്നു. വണ്ടിക്കകത്തൊന്നും ആരും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു ആൾക്കാർ. ഉച്ച സമയം ഉണ്ടായിരിക്കാം. നല്ല മനോഹരമായ ബിൽഡിങ്ങും. ഈ ദുബായിൽ നിന്ന് ഷാർജയിലോട്ട് പോകുമ്പോൾ ഷാർജ എത്തുന്നതിന് മുമ്പ് വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളാണ് കാണാനൊക്കെ. ഷാർജ എന്നെ വെച്ച് നോക്കുമ്പോൾ പേഴ്സണലി അത്ര ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. അത് ഞാൻ തുറന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. ഇതാണ് നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ട് മുകളിലത്തെ ഒരു ബാങ്കറ്റ് ഹാളിൽ നമ്മുടെ ഫങ്ഷൻ അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുകയാണ്. ചെറിയൊരു ഫങ്ഷനായിരുന്നു. ശരിക്കും പറഞ്ഞൊരു 10, 30, 40 പേരിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളുടെ ഇവിടെയുള്ള UAE കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഫങ്ഷൻ ആസ്വദിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ പരിപാടി ആയിരുന്നെങ്കിലും നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് 2 പേരെ ബർത്ത്ഡേ ആയിരുന്നു. ഒന്ന് മക്കുവിൻ്റെയും, അതായത് എൻ്റെ മരുമോൻ്റെയും മോളുടെയും മോൻ്റെ ബർത്ത്ഡേയും, അതുപോലെ മരുമോൻ്റെ ചേട്ടൻ്റെ മകളുടെ ബർത്ത്ഡേ. 2 പേരെയും ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്നൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു ഡേക്കുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിക്കുന്ന 9:15 ആയപ്പോഴത്തേക്ക് നേരം വൈകുന്നതുകൊണ്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. രസകരമായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ് എല്ലാ ഫങ്ഷൻ്റെയും ഫൈനൽ റിസൾട്ട് നമുക്ക് തരുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഫുഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞതല്ലേ. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ലോലിപോപ്പും അതുപോലെ കുറുമയും പൊറോട്ടയും വീശപ്പവും അങ്ങനെ പല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും. ഒപ്പം ഞങ്ങൾ കരോക്കെ ഇട്ടിട്ട് പാട്ടുമൊക്കെ പാടി. മക്ക നല്ലപോലെ പാടുന്ന പെങ്കൊച്ചാണ് എൻ്റെ മോള്. അപ്പോൾ പാട്ടുമൊക്കെ പാടി അതിനൊരു ക്ലിപ്പ് ഞാനത് കൊടുക്കുന്നുണ്ട്. ഇനി കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം റീച്ച് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടത് ചിലപ്പോൾ മൈനസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മൾ മോണിറ്റൈസേഷനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാത്തൊരു ചാനലായതുകൊണ്ട് അങ്ങനെ ആ ഒരു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ മക്കുവിൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞ്, രഞ്ജിത്തിൻ്റെ, അതായത് മക്കുവിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തിയുടെ അവരെ മകള്, അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഒരു ചെറിയ സെറ്റപ്പിൽ എത്രത്തോളം ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ പറ്റിയോ ആ രീതിയിലൊക്കെ ചെയ്തു. ഒരുപാട് പേരുടെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ, അതിനൊരു വീഡിയോ കുറച്ച് വേറെ ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയും 2 പേരെ ബർത്ത്ഡേ ഒരേ സമയത്ത് ആഘോഷമുണ്ടായിരിക്കും ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഡാൻസും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയ കാര്യം സമയപരിമിതി അതുകൊണ്ടാണ്. അങ്ങനെ ഞാനും മക്കവും കൂടെ പാടി ഒരു മണിക്കൂറിൽ നിന്നൊരു പാട്ടിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
ഫാമിലി മെമ്പേഴ്സ് കുറവായിരുന്നെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ ആൾക്കാർ നിങ്ങൾ കാണുന്നില്ല ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നൊരു ഇതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇതിലോട് അപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഫാമിലി ഒരു വിഷമമുള്ള കാര്യമാണ്. കാര്യം അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ ഇവിടെ യു എയിലായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റിയില്ല. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് കുറവായിരുന്നെങ്കിലും ഇതാണ് മോന്, ഇതാണ് മോള്, ഇത് രണ്ടുപേരുടെയും ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള ഫ്രണ്ട് സർക്കിളിലുള്ള അവരുടെ ഫാമിലിയും മറ്റു ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രോഗ്രാം എൻജോയ് ചെയ്തു, അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും. ഞാൻ ആദ്യം ഒരു റീലിടാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ മാത്രമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് മിസ് ചെയ്യാൻ തോന്നില്ല. കാര്യം ഇപ്പോൾ ഞാനത് കണ്ടനുഭവിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ അത് കാണാതെ ഈ ഒരു മൂമെൻറ്റ്സൊക്കെ ഒന്ന് കാണാനായിട്ട് ഒരു വ്ലോഗ് അനിവാര്യമായിരുന്നു. ഒരു വ്ളോഗർ എന്നല്ല, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിലല്ല ഈ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു മെമ്മറിയാണ്, അതൊരു ഭയങ്കരമായ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് ആണ്. അത് മിസ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ പാട്ടുമൊക്കെ പാടി, വേറെ 3-4 പാട്ടുകളൊക്കെ പാടിയിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ തന്നെ ഇത് തന്നെ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം അതിന് അപ്പ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്താ പറയുക, ഈ ഒരു 27-ാം തീയതി സെപ്റ്റംബർ 27-ന് ഒരുമിച്ച് അങ്ങനെ കൂടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.